ഹലോ എവ്രി വൺ, 50 ഡേ ക്ലാസ്സസിൻ്റെ രണ്ടാം ആഴ്ചയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ആഴ്ച നമ്മൾ പഠിക്കാൻ പോകുന്നത് ഫോർത്ത് സെമസ്റ്ററിലെ പേപ്പറാണ് MZOE-005 ഇൻസെക്ട് ഫിസിയോളജി ആൻഡ് ടോക്സിക്കോളജി. ഇൻസെക്ട് ഫിസിയോളജിയിലെ പ്രധാന ഭാഗമായ ബയോലുമിനസെൻസ് ആണ് ഇന്നത്തെ നമ്മുടെ ടോപ്പിക്. ബയോലുമിനസെൻസ് നമ്മൾക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. ലിവിങ് ഓർഗാനിസം കെമിക്കൽ റിയാക്ഷൻസിലൂടെ ലൈറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നതിനെയാണ് നമ്മൾ ബയോലുമിനസെൻസ് എന്ന് പറയുന്നത്. മെയ്റ്റിങ്ങിന് വേണ്ടിയും ഡിഫെൻസിന് വേണ്ടിയും പ്രിഡേഷന് വേണ്ടിയുമൊക്കെ ഇൻസെക്ട്സ് അവരുടെ ഈ പ്രോപ്പർട്ടി യൂസ് ചെയ്യാറുണ്ട്. ലൈറ്റ് എമിറ്റ് ചെയ്യുന്ന ഓർഗൻസിൽ സ്പെഷ്യൽ ആയിട്ടുള്ള ലാർജ് സെൽസ് കാണപ്പെടുന്നുണ്ട്. ഇതിൻ്റെ പേരാണ് ഫോട്ടോസൈറ്റ്. ഈ ഫോട്ടോസൈറ്റിൻ്റെ സൈറ്റോപ്ലാസത്തിലാണ് ലൈറ്റ് എമിഷൻ്റെ മെക്കാനിസങ്ങളൊക്കെ നടക്കുന്നത്. ലൈറ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് മെയിനായിട്ട് 3 കാര്യങ്ങളാണ് ആവശ്യം: ലൂസിഫെറിൻ, ലൂസിഫെറേസ് ആൻഡ് ഓക്സിജൻ. ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ സബ്സ്റ്റൻസ് ആണ് ലൂസിഫെറിൻ എന്ന് പറയുന്നത്. ഇതാണ് ലൈറ്റിനെ എമിറ്റ് ചെയ്യുന്നത്. ലൂസിഫറിൻ എന്ന പേര് തന്നെ വന്നത് ലാറ്റിൻ വേർഡായ ലൂസിഫറിൽ നിന്നാണ്. അതിന് മീനിങ് എന്ന് പറയുന്നത് ലൈറ്റ് ബ്രിങ്ങിങ് ആണ്, അതായത് വെളിച്ചത്തെ കൊണ്ടുവരിക. നേരത്തെ പറഞ്ഞ സ്പെഷ്യലിസ്റ്റ് സെല്ലായ ഫോട്ടോസൈറ്റ് ആണ് ഈ ലൂസിഫറിനെ ഉൽപ്പാദിപ്പിക്കുന്നത്. ലൂസിഫറിനെ പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയ 2 സബ്സ്റ്റൻസ് ആണ് ലൂസിഫറേസും മോളിക്കുലാർ ഓക്സിജനും. ഓക്സിജൻ ഇല്ലെങ്കിൽ ഒരിക്കലും ലൈറ്റിനെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പറ്റില്ല. അതുപോലെ തന്നെ ലൂസിഫറേസ് ആണ് ലൈറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കാറ്റലിസ്റ്റ് ആയിട്ട് ആക്ട് ചെയ്യുന്നത്. ലൂസിഫറേസ് കാറ്റലൈസ് ചെയ്താൽ മാത്രമേ റിയാക്ഷൻ മുന്നോട്ട് പോവുള്ളൂ, അങ്ങനെ മാത്രമേ ലൈറ്റ് പ്രൊഡ്യൂസ് ചെയ്യുള്ളൂ. ലൂസിഫറേസ് ഇല്ലാത്ത സമയത്ത് ലൈറ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്നില്ല. അതുകൊണ്ട് ലൈറ്റ് പ്രൊഡക്ഷൻ്റെ സ്വിച്ച് ഓൺ സ്വിച്ച് ഓഫ് നടത്തുന്നത് ഈ ലൂസിഫറേസ് എൻസൈമാണ്. അപ്പോൾ ഈ 3 ആൾക്കാരുടെയും കൂട്ടായ പ്രവർത്തനത്തിലൂടെയാണ് ഇൻസെക്ട്സ് ലൈറ്റിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ലൈറ്റ് പ്രൊഡക്ഷൻ്റെ മെക്കാനിസം നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ആക്ടിവേഷൻ ഓഫ് ലൂസിഫെറിൻ. നമുക്കറിയാവുന്നതാണ്, ഇൻസെക്ട്സ് എല്ലാ സമയത്തും ലൈറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നില്ല. അതിൻ്റെ ആവശ്യഘട്ടങ്ങളായ മൈറ്റിംഗ് സമയത്തും പ്രിഡേഷന് വേണ്ടിയിട്ടും ഡിഫെൻസിന് വേണ്ടിയിട്ടും മാത്രമാണ് ഇവർ ലൈറ്റിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ നോർമൽ കേസിൽ ഈ ലൂസിഫെറിൻ ഇനാക്റ്റീവ് ആയിരിക്കും. ആവശ്യമുള്ള സമയത്ത് ലൂസിഫെറിൻ ATPയിൽ നിന്നും എനർജി സ്വീകരിച്ചിട്ട് അഡിനൈൽ ലൂസിഫെറിനായിട്ട് മാറും. ഈ ഒരു റിയാക്ഷനെ സഹായിക്കുന്ന ആൾക്കാരാണ് മഗ്നീഷ്യവും ലൂസിഫറേസ് എൻസൈമും. അപ്പോൾ ആദ്യത്തെ സ്റ്റെപ്പ് സിമ്പിളാണ്. ഇനാക്റ്റീവായ ലൂസിഫറിനെ ആക്റ്റീവായ അഡിനൈൽ ലൂസിഫറിനായിട്ട് മാറ്റുന്നു. അടുത്ത സ്റ്റെപ്പ് ഓക്സിഡേഷൻ ആണ്. നമ്മുടെ ആക്റ്റീവായ അഡിനൈൽ ലൂസിഫറിൻ ഓക്സിജനെ സ്വീകരിച്ചിട്ട് അഡിനൈൽ ഓക്സി ലൂസിഫറിനായിട്ട് മാറും. ഈ ഒരു റിയാക്ഷൻ നടക്കാനും ലൂസിഫറേസ് എൻസൈമിൻ്റെ ആവശ്യമുണ്ട്. ഓക്സിഡേഷനിലൂടെ ഉണ്ടായ അഡിനൈൽ ഓക്സി ലൂസിഫറിൻ ഹൈലി എനർജൈസ്ഡ് ആണ്. ഇത്രയും എക്സൈറ്റഡ് ആയ കണ്ടീഷനിൽ ഇത് തീരെ സ്റ്റേബിൾ അല്ല. അതുകൊണ്ട് തന്നെ അഡിനൈൽ ഓക്സി ലൂസിഫറിൻ അതിൻ്റെ എനർജിയൊക്കെ റിലീസ് ചെയ്തിട്ട് സ്റ്റേബിളായ ലോ എനർജി സ്റ്റേറ്റിലേക്ക് വരും. ഇതാണ് 3ാമത്തെ സ്റ്റെപ്പ്, എമിഷൻ. അതായത് ഇത് കിട്ടിയ എനർജി മൊത്തത്തിൽ അങ്ങ് പുറത്തേക്ക് തള്ളും. ഈ പുറന്തള്ളപ്പെടുന്ന എനർജി ഓൾമോസ്റ്റ് 98% ലൈറ്റ് ആയിട്ടാണ് മാറുന്നത്. അതുകൊണ്ട് ഈ ഒരു സ്റ്റെപ്പിനെ ലൈറ്റ് എമിഷൻ സ്റ്റെപ്പ് എന്ന് പറയും. ലോ എനർജി സ്റ്റേറ്റിലുള്ള അഡിനൈൽ ഓക്സി ലൂസിഫറിനെ കൊണ്ട് ഇനി പ്രത്യേകിച്ച് ഉപകാരമൊന്നുമില്ല. ഇതൊരു വേസ്റ്റ് പ്രോഡക്റ്റ് ആണ്. ഇത് നേരെ പോയിട്ട് ലൂസിഫറേസ് എൻസൈമുമായിട്ട് ബൈൻഡ് ചെയ്യും. അങ്ങനെ ബൈൻഡ് ചെയ്യുന്നതിലൂടെ ലൂസിഫറേസ് എൻസൈം ബ്ലോക്ക് ആവും. അപ്പോൾ ഫെർദർ ലൈറ്റ് പ്രൊഡക്ഷന് വേണ്ടിയിട്ട് ലൂസിഫറേസ് അവൈലബിൾ ആയിരിക്കില്ല. നമുക്കറിയാം, അഡിനൈൽ ലൂസിഫറിൻ ഉണ്ടാവാനും അഡിനൈൽ ഓക്സി ലൂസിഫറിൻ ഉണ്ടാവാനും രണ്ടിനും സഹായിച്ചത് ഈ ലൂസിഫറേസ് എൻസൈമാണ്. അപ്പോൾ അത് അവൈലബിൾ അല്ലെങ്കിൽ ഫെർദർ ആയിട്ട് നമുക്ക് ഇനിയും ലൈറ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റില്ല. അപ്പോൾ ഈ സ്റ്റെപ്പിനെ നമ്മൾ ഇൻഹിബിഷൻ സ്റ്റെപ്പ് എന്നാ പറയാം. വേസ്റ്റ് പ്രോഡക്റ്റായ അഡിനൈൽ ഓക്സി ലൂസിഫറേസിനെ ബ്ലോക്ക് ചെയ്തു. അപ്പോൾ ഇനിയും റിയാക്ഷൻ നടക്കണമെങ്കിൽ നമുക്ക് ഈ ഇൻഹിബിഷനെ മാറ്റിയിട്ട് ഒന്നുകൂടെ ലൂസിഫറേസിനെ ഫ്രീ ആയിട്ട് കിട്ടണം. ഈ ഒരു സ്റ്റെപ്പിനെയാണ് നമ്മൾ റീആക്ടിവേഷൻ സ്റ്റെപ്പ് എന്ന് പറയുന്നത്. റീആക്ടിവേഷന് സഹായിക്കുന്നത് പൈറോഫോസ്ഫേറ്റ് ആണ്. ഈ പൈറോഫോസ്ഫേറ്റ് ഇൻഹിബിഷൻ നീക്കം ചെയ്തിട്ട് ലൂസിഫറേസിനെ ഒന്നുകൂടെ ഫ്രീ ആക്കും. ഫ്രീ ആയ ലൂസിഫറേസ് അടുത്ത റിയാക്ഷൻസിനൊക്കെ ഹെൽപ്പ് ചെയ്യും. അങ്ങനെ ഈ പ്രോസസ്സ് വീണ്ടും റിപ്പീറ്റ് ചെയ്യും. ഇനി മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയ ഈ പൈറോഫോസ്ഫേറ്റ് എവിടെ നിന്ന് വന്നു എന്നറിയണ്ടേ? നമുക്കറിയാം, നമ്മുടെ എല്ലാത്തരം റിയാക്ഷൻസും കൺട്രോൾ ചെയ്യുന്നത് നെർവസ് സിസ്റ്റം ആണ്. ഇൻസെക്റ്റിൻ്റെ കേസിലും അങ്ങനെ തന്നെയാണ്. ലൈറ്റ് പ്രൊഡ്യൂസ് ചെയ്യേണ്ട സമയത്ത് ഇത് നെർവസ് സിസ്റ്റത്തിന് ഒരു മെസ്സേജ് ആയിട്ട് പോകും. അപ്പോൾ ഈ മെസ്സേജ് ഇമ്പൾസ് ആയിട്ട് നെർവസ് സിസ്റ്റത്തിലൂടെ പാസ് ചെയ്ത് ന്യൂറോ ട്രാൻസ്മിറ്ററായ അസിറ്റൈൽ കോളിൻ വഴി എത്തേണ്ട സ്ഥലത്തേക്ക് ഈ മെസ്സേജ് ഡെലിവർ ചെയ്യും. മെസ്സേജ് എന്താണ്? ലൈറ്റ് ഇപ്പം തന്നെ പ്രൊഡ്യൂസ് ചെയ്യണം, പക്ഷേ അവിടെ ലൂസിഫറേസ് എന്ന് പറയുന്ന എൻസൈമിനെ ബ്ലോക്ക് ചെയ്ത് വെച്ചിട്ടാണ് ഉള്ളത്. അതിനെങ്ങനെയെങ്കിലും മാറ്റണം. അപ്പം അതിന് വേണ്ടിയിട്ട് നമുക്ക് 2 ഫോസ്ഫേറ്റ് ആവശ്യമുണ്ട്. നിങ്ങൾക്കറിയാമെന്ന് വിചാരിക്കുന്നു. പൈറോഫോസ്ഫേറ്റ് എന്ന് പറഞ്ഞാൽ ഡൈഫോസ്ഫേറ്റ് ആണ്. 2 ഫോസ്ഫേറ്റിൻ്റെ ആ കോമ്പൗണ്ടിനെ നമ്മൾ പൈറോഫോസ്ഫേറ്റ് എന്ന് വിളിക്കുന്നത്. അപ്പം നമുക്കിപ്പോൾ 2 ഫോസ്ഫേറ്റ് ആവശ്യമുണ്ട്. ഇത് എവിടെ നിന്നാണ് നമുക്ക് ഈ ഫോസ്ഫേറ്റ് കിട്ടുക? നമുക്ക് ഏറ്റവും കൂടുതൽ അറിയുന്ന ഒരു കോമ്പൗണ്ടാണ് ATP എന്ന് പറയുന്ന കോമ്പൗണ്ട്.
അഡിനൈൽ ട്രൈഫോസ്ഫേറ്റ്, അതായത് 3 ഫോസ്ഫേറ്റുകൾ ഉണ്ട്. നമ്മൾക്കാകെ 2 ഫോസ്ഫേറ്റേ ആവശ്യമുള്ളൂ. ഈ 2 ഫോസ്ഫേറ്റിനെ കൊണ്ട് നമുക്ക് ആ ഇൻഹിബിഷനെ തടയാൻ പറ്റും. അപ്പം നമ്മൾ ഈ ATPനെ ബ്രേക്ക് ചെയ്യണം. അപ്പോൾ ATPനെ ബ്രേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് എന്താ ചെയ്യുക? ATP കോഎൻസൈം എയുമായിട്ട് റിയാക്ട് ചെയ്യും. ഈ ഒരു റിയാക്ഷനിലൂടെ നമുക്ക് പൈറോഫോസ്ഫേറ്റിനെ കിട്ടും. അങ്ങനെ ഈ പൈറോഫോസ്ഫേറ്റ് നേരെ പോയിട്ട് ലൂസിഫറേസിനെ ഫ്രീ ആക്കും. ലൂസിഫറേസ് ഒന്നുകൂടെ ലൈറ്റ് പ്രൊഡക്ഷന് വേണ്ടിയിട്ട് സഹായിക്കും. അപ്പോൾ ലൈറ്റ് പ്രൊഡക്ഷൻ മെക്കാനിസം എന്ന് പറഞ്ഞാൽ അത്രയേ ഉള്ളൂ. ലൂസിഫറിൻ മെഗ്നീഷ്യത്തിൻ്റെയും ലൂസിഫറേസിൻ്റെയും സഹായത്തോടു കൂടെ ATP ആയിട്ട് കൂടിയിട്ട് അഡിനൈൽ ലൂസിഫറിൻ ഉണ്ടാക്കുന്നു. ഈ അഡിനൈൽ ലൂസിഫറിൻ വീണ്ടും ലൂസിഫറേസിൻ്റെ സഹായത്തോടു കൂടി ഓക്സിഡേഷൻ നടത്തിയിട്ട് അഡിനൈൽ ഓക്സി ലൂസിഫറിൻ ഉണ്ടാക്കുന്നു. ഈ അഡിനൈൽ ഓക്സി ലൂസിഫറിൻ എന്ന് പറയുന്നത് ഭയങ്കര അൺസ്റ്റേബിൾ കണ്ടീഷനിലാണ്, ഹൈലി എനർജറ്റിക് ആണ്. അപ്പോൾ ഇതിന് എനർജി കുറച്ചിട്ട് ലോ എനർജി കണ്ടീഷനിലേക്ക് വരും. ഈ ലോ എനർജിയിലേക്ക് വരുന്ന സമയത്ത് ഇത് ലൈറ്റ് പ്രൊഡ്യൂസ് ചെയ്യും. ഈ ലൈറ്റിനെയാണ് നമ്മൾ ബയോലുമിനസെൻസ് എന്ന് പറയുന്നത്. ലൈറ്റ് പ്രൊഡ്യൂസ് ചെയ്തതിന് ശേഷം അഡിനൈൽ ഓക്സി ലൂസിഫറിൻ നേരെ പോയിട്ട് ലൂസിഫറേസുമായിട്ട് ബൈൻഡ് ചെയ്യും. ഫ്രീ ലൂസിഫറേസ് ഇല്ലാതെ റിയാക്ഷൻസ് ഒന്നും നടക്കാത്തത് കൊണ്ട് തന്നെ ഈ ഒരു റിയാക്ഷൻ സ്വിച്ച് ഓഫ് കണ്ടീഷനിലാണ് ഉണ്ടാവുക. ഇതിന് നമ്മൾ വീണ്ടും സ്വിച്ച് ഓൺ ചെയ്യാൻ വേണ്ടിയിട്ട് പൈറോഫോസ്ഫേറ്റിൻ്റെ ആവശ്യമുണ്ട്. നെർവ് സെൽസിലേക്ക് ഈ മെസ്സേജ് പോവുകയും അവിടെയുള്ള ATP കോഎൻസൈം എയുമായിട്ട് റിയാക്ട് ചെയ്തിട്ട് പൈറോഫോസ്ഫേറ്റ് ഉണ്ടാക്കും. ഈ പൈറോഫോസ്ഫേറ്റ് നേരെ വന്ന് റിയാക്ഷനെ സ്വിച്ച് ഓൺ ചെയ്യും. ഈ ഒരു റിയാക്ഷൻ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. റെഫറൻസിന് വേണ്ടിയിട്ട് ഇൻസെക്ട് ഫിസിയോളജി ആൻഡ് ടോക്സിക്കോളജി എന്ന ബുക്കിലെ പേജ് നമ്പർ 130 വായിച്ചു നോക്കുക.